ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ലോജിക് പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. പ്രോഗ്രാമിംഗ് ആയിട്ടല്ല, മറിച്ച് നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു അമേസിങ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിനും ഫേസ്ബുക്കിനും തുടങ്ങി എല്ലാ ആപ്ലിക്കേഷനും ഒരേ ഐക്കൺ തന്നെ കണ്ട് നമ്മൾ മടുത്തു അല്ലേ? ഒരു ചേഞ്ച് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നോവ ലോഞ്ചർ. ഇതുപയോഗിക്കുന്നത് തന്നെ ഇന്ന് മുതൽ നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങളുടെ ഫോട്ടോ അതിൻ്റെ ഐക്കണായിട്ടും നിങ്ങളുടെ നെയിം അതിൻ്റെ ലേബിളായിട്ടും സെറ്റ് ചെയ്യാം. അതും നിങ്ങൾക്കിഷ്ടമുള്ള ഫോണ്ടിലും കളറിലും വിത്ത് ആനിമേഷനോടുകൂടി. ഓക്കെ, സമയം കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഇതുപോലൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒന്ന് തിരയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സെർച്ച് ബാറിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നോവ ലോഞ്ചർ എന്ന് സെർച്ച് ചെയ്യാം. സമയം കളയണ്ട, അത് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഡൗൺലോഡായി കഴിഞ്ഞു. ഇനി ഇത് ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ശേഷം നോവ സെറ്റിങ്സ്, ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ നോവ സെറ്റിങ്സിൽ ലോങ് പ്രസ് ചെയ്യാം, സെറ്റ് ലോഞ്ചർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഈ ആപ്ലിക്കേഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യ ഹോം ആപ്പ് എന്നുണ്ട്. അതിൽ നോവ ലോഞ്ചർ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾവേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് കൊടുക്കുക. എല്ലായ്പ്പോഴും നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൺസ് കൊടുക്കുക. ഇനി നമുക്ക് ഐക്കൺ ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ ആണോ ഐക്കൺ ചേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു എഡിറ്റ് ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഐക്കണിൻ്റെ മുകളിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തീം കാണാം. ആ തീമിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഗാലറി ആപ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ ഫോട്ടോ എവിടെയാണ് കിടക്കുന്നത്, ഫോട്ടോസിലാണെങ്കിൽ അത്, ഗാലറി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഗാലറിയിലാണ് എൻ്റെ ഫോട്ടോസ് കിടക്കുന്നത്, അതിൽ ഗാലറി സെലക്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മുടെ ഫോട്ടോ ഏത് ഫോൾഡറിലാണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഡൺ എന്ന് കൊടുക്കാം. വീണ്ടും ഡൺ എന്ന് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് ഐക്കണായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ലേബൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഡിറ്റ് ബട്ടൺ കാണാനായിട്ട് പറ്റും. അതിൽ ടെക്സ്റ്റ് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് ബച്ചു എന്നാണ്. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം എൻ്റെ ഗാലറിയുടെ നെയിം ബച്ചു എന്നായിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ലേബലും മാറി, അതുപോലെ ഐക്കണും മാറി. അപ്പോൾ നമ്മൾ ലേബൽ ചേഞ്ച് ചെയ്യാനും ഐക്കൺ ചേഞ്ച് ചെയ്യാനൊക്കെ പഠിച്ചു. നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐക്കൺ ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ലേബൽ ചേഞ്ച് ചെയ്യുന്നതും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ സൈസ് എങ്ങനെ വ്യത്യസ്തപ്പെടുത്താം എന്നുള്ളതാണ്. ഐക്കണിൻ്റെ ആയാലും അതുപോലെ ലേബലിൻ്റെ ആയാലും സൈസും അതുപോലെ ഫോണ്ടും പിന്നെ അതിൻ്റെ കളറും എങ്ങനെ വ്യത്യസ്തപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായി നോവ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഹോം സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഐക്കൺ ലേഔട്ട്, സെക്കൻഡ് ഓപ്ഷനായ ഐക്കൺ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാതെ കൂട്ടിയിട്ടും കുറച്ചിട്ട് നമ്മൾ നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്ക് ചൂസ് ചെയ്യാം. അതിന് ശേഷം സൈസ് ഏകദേശം ഉറപ്പാക്കിയതിന് ശേഷം താഴെ നമുക്ക് ലേബലിൻ്റെ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ലേബലിൽ ഫോണ്ട്, അതിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഫോണ്ടിൽ തന്നെ നോർമൽ, മീഡിയം, ലൈറ്റ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ കളർ, അതായത് നമ്മൾ ലേബലിന് ഏത് കളർ വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോന്ന് കൊടുക്കുമ്പോഴും, ഇപ്പോൾ ഫോണ്ടിന് നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ ലൈറ്റ് ആകുമ്പോഴും അതുപോലെ നോർമൽ ആകുമ്പോഴും ഒക്കെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ അതിൽ ഷാഡോക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ സിംഗിൾ ലൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ലേബലിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ളത്, ബ്ലാക്ക് ആകുമ്പോൾ ലേബലിൻ്റെ കളർ ബ്ലാക്ക് ആയിട്ട് മാറും. എഴുതുന്നത് ഇപ്പോൾ ഇമെയിൽ എന്ന് എഴുതിയിട്ടുള്ളതാണെങ്കിൽ അത് ബ്ലാക്ക് ആയിട്ട്, റെഡ് ആണെങ്കിൽ
റെഡായിട്ടത് മാറും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റെഡിലായിട്ടത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഗ്രീന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഷാഡോ എന്നുള്ള ഓപ്ഷനാണ്. ഷാഡോ നമ്മൾ ഓഫാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷാഡോ പോയി കിട്ടും. അതുപോലെ സിംഗിൾ ലൈനും ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലൈന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ മാത്രമല്ല, അതിൻ്റെ ലേബൽ, അതിൻ്റെ കളറ്, അങ്ങനെ തുടങ്ങിയ എല്ലാത്തിനും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേബലിൻ്റെ കളർ കൊടുക്കാം, അതിന് ഷാഡോ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ആനിമേഷനാണ്. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ആനിമേഷൻ വേണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ അതിൻ്റെ സ്പീഡ്, സ്ക്രോൾ ചെയ്യുന്ന സ്പീഡ്, സ്ക്രീനിൻ്റെ ഓറിയൻറ്റേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാതും സ്റ്റൈല്, ഐക്കണിൻ്റെ സ്റ്റൈല് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതിൽ ഐക്കൺ സ്റ്റൈലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ നോവ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിലെ 4th ഓപ്ഷനായിട്ടുള്ള ലുക്ക് ആൻഡ് ഫീലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഐക്കൺ സ്റ്റൈൽ. അപ്പോൾ ഐക്കൺ സ്റ്റൈൽ ഏതൊക്കെയാണ്, അതിൻ്റെ തീമും അതുപോലെ ഷേപ്പും നമുക്ക് ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ സ്ക്വയർ ഉണ്ട്, ഫോളോ സിസ്റ്റം ഉണ്ട്, റൗണ്ട് ഉണ്ട്, റൗണ്ടഡ് സ്ക്വയർ ഉണ്ട്, വെറും സ്ക്വയർ ഉണ്ട്, അങ്ങനെ ഓരോന്നുണ്ട്. പിന്നെ കസ്റ്റം ഉണ്ട്. കസ്റ്റം ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ഐക്കൺ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓരോന്നും നീക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ നമ്മളെ ഇഷ്ടത്തിന് അതെന്ത് ചെയ്യാം, നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ബാക്ക് അടിക്കുക. അടുത്തത് സ്ക്രീൻ ഓറിയൻറ്റേഷനാണ്. അതിൽ ഡിഫോൾട്ടായിട്ട് ഓട്ടോ റൊട്ടേറ്റ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഓട്ടോ റൊട്ടേറ്റ് ആണ്. അടുത്തത് ആനിമേഷൻ സ്പീഡാണ്. നമുക്കിഷ്ടമുള്ള ആനിമേഷൻ സ്പീഡ് കൊടുക്കാം. അതുപോലെ സ്ക്രോൾ സ്പീഡ് സെറ്റ് ചെയ്യാം. ആപ്പിന് ആനിമേഷൻ കൊടുക്കാം. നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഏത് ആനിമേഷൻ വേണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ സൂം ചെയ്യാൻ, ബ്ലിങ്ക് ചെയ്യാൻ, സർക്കിൾ, സിസ്റ്റം, അങ്ങനെ ഒരുപാട് ആനിമേഷൻസ് ഉണ്ട്. ഇതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമ്മുടെ ഫോണിനെ നമുക്ക് ടോട്ടലി കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഐക്കൺ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.